ഇറാന്റെ സ്വന്തം മണ്ണിൽ ഇറാന്റെ സ്വന്തം വിശിഷ്ട അതിഥിയെ ഇസ്രയേൽ വകവരുത്തി. ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയെ നിർദാക്ഷിണ്യം കൊന്നുകളഞ്ഞു. ഇറാനെ സംബന്ധിച്ച് ഇത് അഭിമാന പ്രശ്നമാണ്. ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകം US പിന്തുണയോടെ ഇസ്രയേൽ പദ്ധതിയിട്ട് നടപ്പാക്കിയതാണെന്ന് ഇറാൻ ആരോപിക്കുന്നു. ഇറാൻ പോലൊരു മിസൈൽ കൂമ്പാരമുള്ള രാജ്യത്ത് കയറി ഒരു ഈച്ച പോലും അറിയാതെ കൊല നടത്തിയത് മൊസാദാണെന്ന് പകൽ പോലെ വ്യക്തമാണ്. ഹനിയയുടെ കൊലപാതകം എങ്ങനെ നടന്നുവെന്ന് സംബന്ധിച്ച ഇറാൻ സൈന്യം പുറത്തിറക്കിയ ഔദ്യോഗിക വിശദീകരണക്കുറിപ്പിലാണ് US-നെതിരെ ആരോപണമുള്ളത്. പ്രാദേശിക സമയം ബുധനാഴ്ച പുലർച്ചെ 2 ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ചാണ് ഹനിയ കൊല്ലപ്പെട്ടത്. ടെഹ്റാനിലെ അദ്ദേഹത്തിന്റെ വസതിക്ക് പുറത്തുനിന്ന് വിക്ഷേപിച്ച ഒരു ഹ്രസ്വദൂര പ്രൊജക്ടൈൽ മിസൈൽ ഉപയോഗിച്ചാണ് ഹനിയയെ കൊലപ്പെടുത്തിയത് എന്നും ഇറാൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. 7 കിലോഗ്രാം ഭാരമുള്ള ഈ പ്രൊജക്ടൈൽ ഹനിയയുടെ വസതിയിൽ പതിച്ചുവെന്നും അത് പിന്നീട് ഒരു സ്ഫോടനമായി മാറിയെന്നും ഇറാൻ സൈന്യം പ്രസ്താവനയിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഹനിയയുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്ത ഇറാൻ സൈന്യം തീവ്രവാദ സയനിസ്റ്റ് ഭരണകൂടം അനുയോജ്യമായ സമയത്തും രീതിയിലും കഠിനമായ ശിക്ഷ നേരിടേണ്ടി വരുമെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹനിയയുടെ കൊലയ്ക്ക് ഇസ്രയേലിനെ കഠിനമായി ശിക്ഷിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ മണ്ണിൽ ചിന്തിയ ഹനിയയുടെ രക്തത്തിന് പകരം ചോദിക്കുക എന്നത് തങ്ങളുടെ കർത്തവ്യമാണെന്നും ഖമേനി പറയുകയുണ്ടായി. ഇറാന്റെ ഭീഷണികൾക്കിടെ ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും അയച്ചിട്ടുണ്ടെന്ന് US അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഹനിയ താമസിക്കുന്ന ടെഹ്റാനിലെ വീട്ടിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കാൻ ഇസ്രയേൽ ചാര സംഘടനയായ മൊസാദ് ഇറാൻ സൈന്യത്തിലെ ചില ഏജന്റുമാരെ നിയോഗിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇറാൻ രഹസ്യാന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെ അടക്കം ഇറാൻ ഹനിയയുടെ മരണത്തിന് പിന്നാലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കായി മെയ് മാസത്തിൽ ടെഹ്റാനിലെത്തിയപ്പോൾ ഹനിയയെ വധിക്കാനായിരുന്നു ആദ്യം മൊസാദിന്റെ പദ്ധതി. ടെഹ്റാന്റെ വടക്കൻ മേഖലയിലെ ഒരു മലയോരത്ത് സ്ഥിതി ചെയ്യുന്ന ഗസ്റ്റ് ഹൌസിലാണ് അംഗരക്ഷകനൊപ്പം ഇസ്മയിൽ ഹനിയ താമസിച്ചിരുന്നത്. പേലവി രാജാക്കന്മാർ നിർമ്മിച്ച സദാബാദ് കൊട്ടാരത്തിന് തൊട്ടരികെയാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഇറാൻ റിപ്പബ്ലിക്കൻ ഗാർഡിന്റെ സംരക്ഷണത്തിലുള്ള ഗസ്റ്റ് ഹൌസിൽ ഹനിയയ്ക്ക് പുറമെ പ്രത്യേക ക്ഷണിതാക്കളായി എത്തിയ വേറെയും പലസ്തീൻ അതിഥികൾ ഉണ്ടായിരുന്നുവെന്ന് ഇറാൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അസർബൈജാൻ അതിർത്തിയോട് ചേർന്നുള്ള അൽബോസ് പർവ്വത നിരയുടെ താഴ്വാരത്താണ് ഗസ്റ്റ് ഹൌസ് സ്ഥിതി ചെയ്യുന്നത്. ഗസ്റ്റ് ഹൌസ് കോമ്പൗണ്ടിന്റെ തൊട്ടടുത്തൊന്നും മറ്റ് വീടുകളോ താമസ കേന്ദ്രങ്ങളോ ഇല്ലെന്നാണ് ഗൂഗിൾ എർത്തിലെ 3D ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഹമാസ് രാഷ്ട്രീയ മേധാവി ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സൈനിക രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേരെ ഇറാൻ അന്വേഷണ സംഘം ഇതിനോടകം തന്നെ കസ്റ്റഡിയിൽ എടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. ബുധനാഴ്ച പുലർച്ചെ ഹനിയ കൊല്ലപ്പെട്ട ടെഹ്റാൻ ഗസ്റ്റ് ഹൌസിലെ ജീവനക്കാരെയും അന്വേഷണ വിധേയമായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിലെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഗസ്റ്റ് ഹൌസ്. കൊലപാതകം നടന്ന ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് ഇരച്ചെത്തുകയും എല്ലാ ജീവനക്കാരെയും പിടികൂടുകയും ചെയ്തിരുന്നു. ഇതിൽ ചിലരെ അറസ്റ്റ് ചെയ്യുകയും ഫോണുകൾ ഉൾപ്പെടെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും കണ്ടുകെട്ടുകയും ചെയ്തതായി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്.